യേശു നിയമജ്ഞരും ഫരീസയരോടും ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? ഉത്തരം കൃത്യമായിട്ട് ഇവർക്കറിയാം. പക്ഷേ ഉത്തരം പറഞ്ഞാൽ ഇവർ കുടുങ്ങിപ്പോകും. സത്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും പറയാത്തവരെയായി നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ആ സത്യത്തും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ബന്ധം നഷ്ടപ്പെടും, എനിക്ക് കിട്ടുന്ന സമ്പാദ്യം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കുറച്ച് സുഖങ്ങൾ നഷ്ടപ്പെടും, അവനെന്നെ സഹായിക്കുന്നുണ്ട്, അവൻ്റെ ആ കൂട്ടുകെട്ട് നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് സത്യം പറയാതെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന വിഴുങ്ങുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട് എന്നുള്ളതാണ്. സത്യം വിഴുങ്ങാറുണ്ടോ? നമ്മളതാണ് ചിന്തിക്കേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ സത്യം വിഴുങ്ങുകയാണ്. കാരണം ചില ബന്ധങ്ങൾക്ക് വേണ്ടി, ചില സുഖങ്ങൾക്ക് വേണ്ടി, ചില അധികാരങ്ങൾക്ക് വേണ്ടി കണ്ണുകളടച്ച് നമ്മൾ മാറിപ്പോകുന്നു. അത് തന്നെയാണ് നിയമജ്ഞരും ഫരിസേയരും ചെയ്തത്. യേശു ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഉത്തരം അവർക്കുണ്ടായിരുന്നു. കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുങ്ങിപ്പോകുമെന്ന് അവർക്ക് മനസ്സിലായി. നമ്മുടെ കുടുംബജീവിതത്തിലാകാം, വ്യക്തിപരമായ ജീവിതത്തിലാകാം, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കൊന്നും നഷ്ടപ്പെടുകയില്ല. ആ സമയത്ത് ചിലപ്പോൾ ഒരു വെറുവെറുപ്പുണ്ടാകാം, അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഒരു ഇതുണ്ടാകാം. എന്നാൽ നമ്മൾ പറഞ്ഞതിന് ശേഷം മറ്റു വഴികളിലോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വലിയൊരു കുറ്റക്കാരനായിട്ട് മാറും. അതിനേക്കാൾ നല്ലത് ഉള്ളത് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിയമജ്ഞന് ഫരീസേയൻ്റെ ഭാവം എനിക്കുണ്ടോ, വിഴുങ്ങുന്നൊരു ഭാവം എനിക്കുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം.